നമസ്കാരം. ശബരിമലയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും കേൾക്കുമ്പോഴും ദുഃഖവും സങ്കടവും പ്രതിഷേധവും എല്ലാം ഒരേ അർത്ഥത്തിൽ എന്ത് വികാരമാണ് പറയേണ്ടതെന്നറിയില്ല. കെ ജയകുമാർ IAS എന്ന് പറയുന്ന അദ്ദേഹം IAS റിട്ടയറായി കെ ജയകുമാർ അദ്ദേഹം കേരള കൗമുദിയിലെ SV രാജേഷുമായി ഒരു അഭിമുഖമുണ്ട്. കഴിയുമെങ്കിൽ എല്ലാ ഹിന്ദുക്കളും ആ അഭിമുഖം കേൾക്കണം എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം എത്ര മോശമാണ് ശബരിമലയിലെ അവസ്ഥ. എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? ശിഷ്ട ആടിയ എണ്ണ, നെയ്യ് കൊടുക്കുന്നതിൽ കണക്കില്ല, എടുത്തുകൊണ്ട് പോകുന്നതിൽ കണക്കില്ല. അതിൽ നിന്ന് നെയ്യെടുത്തിട്ടാണ് അവിടെ പലപ്പോഴും ഉണ്ണിയപ്പവും അല്ലെങ്കിൽ അരവണയും നെയ്യപ്പവും അതുപോലെ തന്നെ പല സാധനങ്ങളും ഉണ്ടാക്കുന്നത്. അതിന് കണക്കില്ല. എത്ര നെയ്യ് വരുന്നു എന്ന് കണക്കില്ല, എത്ര കൊടുക്കുന്നു എന്ന് കണക്കില്ല. അതിനിടയിലാണ് 1 ലക്ഷം രൂപയ്ക്ക് നെയ്യ് വിറ്റാൽ 30,000 രൂപ, 70,000 രൂപ, 60,000 രൂപ എഴുതുകയും ബാക്കി പൈസ പോക്കറ്റിലാക്കുകയും ചെയ്യുന്ന ഉദ്യോഗസ്ഥർ. ഇതെല്ലാം ഹിന്ദുക്കളാണ് കേട്ടോ. അതിൻ്റെ തമാശ എന്ന് പറയുന്നത് ഇവൻ്റെയൊക്കെ തലമുറ 16 തലമുറ കഴിഞ്ഞാൽ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ദയവായി നിങ്ങൾ കല്യാണം കഴിക്കാത്ത ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനും കല്യാണം കഴിക്കരുത്. കല്യാണം കഴിക്കാത്ത ഒരു പോറ്റിമാരും തന്ത്രിമാരും ദയവായി കല്യാണം കഴിക്കരുത്. എന്തെന്നാൽ ഇനി കല്യാണം കഴിച്ചവരാണെങ്കിൽ മക്കളോട് പറയണം മക്കൾ വേണ്ടാന്ന്. പിന്നെ അവർക്ക് മക്കൾ വേണ്ടാന്ന്. കാരണം ഹിന്ദു വിശ്വാസമനുസരിച്ച് ഇതൊക്കെ തലമുറകളായിരിക്കും അനുഭവിക്കുന്നത്. തലമുറ കൈമാറിപ്പോകും ഈ പാപങ്ങൾ. ആടിയ ശിഷ്ട എണ്ണ നെയ്യുടെ കഥ ഇതാണെങ്കിൽ ലാട്രിൻ എത്ര മോശമായിട്ടാണ്. അതും പറയുന്നുണ്ട്. 10 രൂപ വാങ്ങും, 10 രൂപ ചേഞ്ച് ഇല്ലെങ്കിൽ അയ്യപ്പ ഭക്തൻ 100 രൂപ കൊടുത്തിട്ട് പോകും. പരമാവധി ആളുകളും 100 രൂപയാണ് കൊടുക്കുന്നത്. ഈ 10 രൂപ ആരെങ്കിലും 100 രൂപ ആരെങ്കിലും കൊടുത്താൽ ചേഞ്ച് ഉണ്ടെങ്കിലും അങ്ങോട്ട് ചേഞ്ച് കൊടുക്കൂല. അങ്ങനെ ലാട്രിനിൽ വലിയ കൊള്ള. കക്കൂസിലെ വേസ്റ്റ് കളയുന്ന കക്കൂസിൽ കൊള്ള. അത് ശബരിമല ദേവസ്വത്തിന് നടത്താൻ പറ്റില്ലേ? 10,000 കോടി രൂപ കിട്ടിയെന്നല്ലേ നിങ്ങൾ അവകാശപ്പെടുന്നത്? നിങ്ങൾ എന്തുകൊണ്ട് ബയോ ടോയ്ലറ്റുകളായോട്ടെ ഒറിജിനൽ ടോയ്ലറ്റുകളാകട്ടെ വളരെ കൃത്യമായ രീതിയിൽ എന്തുകൊണ്ട് ടോയ്ലറ്റ് കോംപ്ലക്സുകൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല ശബരിമലയ്ക്ക്? എന്നിട്ട് ഫ്രീ ആയിട്ട് കൊടുക്കണ്ടേ? ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. വളരെ ഹൈജീനായി ഫ്രീ ആയിട്ട് കൊടുക്കണ്ടേ? തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ വരുന്നു, അവർക്കൊരു ആന്ധ്രയിൽ നിന്ന് വരുന്നു, കർണാടകത്തിൽ നിന്ന് വരുന്നു, നമ്മുടെ സ്റ്റേറ്റും കൂടെ കാണാനല്ലേ വരുന്നത്. അവർ തിരിച്ചു നിന്ന് പറയുന്നത് എന്താണ്? അപ്പം ലാട്രിൻ്റെ കാര്യത്തിൽ അങ്ങനെ, കക്കൂസിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ, നെയ്യുടെ കാര്യത്തിൽ ഇങ്ങനെ, തേങ്ങയുടെ കാര്യത്തിൽ അങ്ങനെ. തേങ്ങ കഴിഞ്ഞ വർഷമാണ് ഹൈക്കോടതി പറഞ്ഞത് 1.5 കോടി രൂപയാണ്, അല്ല 100 കോടി രൂപയാണ് തേങ്ങയിൽ തട്ടിപ്പ്. എല്ലാം തട്ടിപ്പാണ്. റൂമിൻ്റെ ശബരിമലയിലെ പല മുറികളും, ഗസ്റ്റ് ഹൗസിലെ പല മുറികളും ചേട്ടന്മാർ സൂക്ഷിക്കുന്നു, ഹോൾഡ് ചെയ്യുന്നു. VIP-കൾക്ക് 1000 രൂപയുടെ മുറി അല്ലെങ്കിൽ 500 രൂപയുടെ മുറി 1 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്നു. പക്ഷെ 1 ലക്ഷം രൂപ കൊടുത്തെടുക്കാൻ ആളുണ്ട്. അമ്പലത്തിൻ്റെ അടുത്താണ്, ഗസ്റ്റ് ഹൗസാണ്, സുഖമായിട്ട് പോയി താമസിച്ചിട്ട് പിന്നെ ദർശനം നടത്താം. അങ്ങനെ 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്ത് റൂം എടുക്കുന്നവർക്ക് പ്രത്യേക ദർശനത്തിന് അവസരം കൊടുക്കുന്നു. ഒരു ഗുണ്ടാ സംഘമാണ് അവിടെ നയിക്കുന്നത് ശബരിമലയെ. സകല പേരെ അവിടെ നിറക്കി വിടണം. എന്നോട് ചോദിച്ചാൽ സകല പേരെയും, അവിടുത്തെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒഴിച്ച് സകല പേരെയും മാറ്റണം. പ്രസിഡന്റിന് കഴിയുമോ എന്നറിയില്ല. പുതിയ ആളുകളെ പോസ്റ്റ് ചെയ്യണം. അടിയന്തരമായിട്ട് ദേവസ്വം ബോർഡിൽ കൃത്യമായി ഓഡിറ്റ് ചെയ്യണം അവരുടെയൊക്കെ സ്വത്തുക്കൾ. അല്ലാത്തവരെ പറഞ്ഞു വിടണമെന്നേ. ഇവിടെ ദൈവത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അല്ലെങ്കിൽ ദൈവത്തെ ശുശ്രൂഷ പോലെ, ഇപ്പം ക്രിസ്ത്യാനികളൊക്കെ പറയുന്ന പോലെ ശുശ്രൂഷ പോലെ പവിത്രമായി പരിപാവനമായി ചെയ്യുന്ന ഒരുപാട് ഹിന്ദുക്കളുണ്ട് ഇവിടെ. അവർക്ക് ജോലി കൊടുക്കണം. ഇവരെ പറഞ്ഞു വിടണം. ഈ സംവിധാനം തന്നെ പറഞ്ഞു വിടണം. വലിയ തോതിലാണ് കൊള്ള നടക്കുന്നത് ശബരിമലയിൽ. ഓരോ കേസിലും കൊള്ളയാണ്. സ്വർണത്തിൽ കൊള്ള, കൊടിമരത്തിൽ കൊള്ള, 18-ാം പടിയിൽ കൊള്ള, പിന്നെ സാമ്പ്രാണിത്തിരിയിൽ കൊള്ള, നെയ്യിൽ കൊള്ള, അരവണയിൽ കൊള്ള, ഉണ്ണിയപ്പത്തിൽ കൊള്ള, എന്തു തൊട്ടാലും കൊള്ള. അതിൽ തന്ത്രി മുതൽ പിന്നെ പോറ്റിമാർക്കും ഈ പണിയുണ്ടെന്നാണ് പറയുന്നത്. ആടിയ ശിഷ്ട നെയ്യെടുത്ത് കൊടുക്കുന്നതിൽ
ഞാൻ പറയുന്നതല്ല കേട്ടോ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതാണ് പരസ്യമായി. പോറ്റിമാർക്കും ഈ പങ്കുണ്ടെന്നാണ്. നിങ്ങൾ എവിടെ നിന്നാണ് ബ്രാഹ്മണത്വം പഠിച്ചത്? നിങ്ങൾ എവിടെ നിന്നാണ് ഉപനയനം ചെയ്യാൻ പഠിപ്പിച്ചത്? നിങ്ങൾ ആരാണ് ഉപനയനം നടത്തിയത്? നിങ്ങൾ എവിടെ നിന്നാണ് ഗായത്രി മന്ത്രം പഠിച്ചത്? നിങ്ങൾ ആരാണ്? ബ്രാഹ്മണരാണോ? നമ്പൂതിരിയാണോ? എംബ്രാന്തിരിയാണോ? നിങ്ങൾ ആരാണ് ശരിക്കും പറഞ്ഞാൽ? ക്ഷേത്രത്തിൻ്റെ മുതൽ കക്കുന്നവർ. വളരെ വലിയ ഗുരുതരമായ ആരോപണമാണ് വന്നിരിക്കുന്നത്. ഇന്നിപ്പോൾ SIT, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പവിത്രമായ ഒരു ക്ഷേത്രത്തിൽ, പരിപാവനമായ ക്ഷേത്രത്തിൽ പോലീസ് കയറാൻ പാടുണ്ടോ? ജനങ്ങളെ നിയന്ത്രിക്കാൻ പോലീസ് കയറും, അല്ലാതെ ലാൻഡ് ഓർഡറിൻ്റെ ഭാഗമായിട്ട് പോലീസ് കയറട്ടെ. ED അങ്ങോട്ട് പോയിട്ടുണ്ട്. 35 പേരെയാണ് ED ഹിറ്റ് ലിസ്റ്റിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് വേറെ വീഡിയോ ചെയ്യാം. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് എടുത്താൽ ശബരിമലയുടെ ഓരോ ഭാഗവും കൊള്ളയാണ്. ഈ കൊള്ള അവസാനിക്കുമോ? ഇനി ബഡ്ജറ്റില്ല, ശബരിമലയ്ക്ക് ബഡ്ജറ്റില്ല എന്ന്. നമ്മൾ ഓരോ വ്യക്തിക്ക് ബഡ്ജറ്റ് കാണുമല്ലോ. വീട്ടിൽ എത്ര രൂപ വരുന്നു, എത്ര രൂപ ചിലവാക്കണം, എത്ര രൂപ മിച്ചം പിടിക്കണം, എത്ര രൂപ LIC അടയ്ക്കണം, എത്ര രൂപ ഇൻഷുറൻസ് അടയ്ക്കണം, എത്ര രൂപ റേഷൻ വാങ്ങിക്കണം. വീട്ടമ്മയ്ക്ക് ഉണ്ടായിരിക്കുമല്ലോ ഒരു ബഡ്ജറ്റ്. അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയ്ക്ക് കാണുമല്ലോ, അല്ലെങ്കിൽ ചേച്ചിക്ക്, വീട്ടിൽ സ്ത്രീകളാണല്ലോ കൂടുതൽ അടുക്കള കൈകാര്യം, അവർക്ക് ബഡ്ജറ്റ് കാണുമല്ലോ. എഴുതി വെച്ചിട്ടില്ലെന്നേ കാണുള്ളൂ. വാങ്ങുന്ന സാധനങ്ങൾ എത്രയാണെന്ന് അവർക്കൊരു ബഡ്ജറ്റ് കാണുമല്ലോ. വരവെത്ര, ചെലവെത്ര, എത്ര ചെലവാക്കണം, അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഓരോ മാസം മുന്നോട്ട് പോകുന്നത്. വീട്ടമ്മയ്ക്ക് ബഡ്ജറ്റ് ഉണ്ടല്ലോ. ആയിരക്കണക്കിന് കോടി രൂപ വരുന്ന ശബരിമലയ്ക്ക് ബഡ്ജറ്റ് ഇല്ല. ഡിമാൻഡ് റൈസ് ചെയ്യുന്നു, കൊടുക്കുന്ന പൈസ 10 കോടി വേണമെന്ന് പറഞ്ഞാൽ 10 കോടി കൊടുക്കുന്നു. മതിപ്പാണ്. കൊട്ടത്തേങ്ങ മതിപ്പ് പോലെയാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇതൊന്നും എൻ്റെ അഭിപ്രായമല്ല. ഒരു ചാനലിനെ റീച്ച് കൂട്ടാൻ വേണ്ടി ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസിനെന്ന് പറയുന്നതല്ല. കൃത്യം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് വളരെ കൃത്യമായി ഉത്തരവാദിത്വത്തോടു കൂടി ഇപ്പോൾ ചാനലുകൾക്ക് ബൈറ്റ് കൊടുക്കുമ്പോൾ പറയുന്നതാണ്. 10 കോടി, 20 കോടി, 30 കോടി, ഇതൊക്കെ ഓരോരുത്തരുടെ ചില്ലിക്കാശാണെന്നേ. അവരുടെ വീട്ടിൽ അവരുടെ മക്കൾക്ക്, കുടുംബത്തിലുള്ളവരുടെ രോഗം മാറാൻ, കഷ്ടപ്പാട് മാറാൻ, വിദ്യാഭ്യാസം കിട്ടാൻ, കല്യാണം നടക്കാൻ, ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അസുഖങ്ങൾ മാറാൻ, ദുഃഖങ്ങൾ മാറാൻ അവർ പ്രാർത്ഥിച്ച് തലയ്ക്കൊഴിഞ്ഞ് കൊണ്ടിടുന്ന പൈസയാണിത്. ഒരു ശബരിമല ക്ഷേത്രത്തിൽ ഒരു അയ്യപ്പ ഭക്തൻ പോയാൽ തൊട്ടടുത്ത വീട്ടുകാരെല്ലാം പൈസ കൊടുത്തു വിടും തലയ്ക്കൊഴിഞ്ഞിട്ട് അവിടെ കൊണ്ട് ദേവന് സമർപ്പിക്കാൻ. ആ പണമാണ് കട്ടുകൊണ്ട് പോകുന്നത്. ഇതിൻ്റെ പാപം ഒരിടത്തും തീരത്തില്ല. വളരെ വലിയ സോഷ്യൽ ഓഡിറ്റും സ്പിരിച്വൽ ഓഡിറ്റും ശബരിമലയിൽ നടക്കണം. അത് വിശ്വാസി സമൂഹം അതിന് മുൻകൈ എടുത്തേ പറ്റൂ. ഇതാവശ്യപ്പെടേണ്ടത് തന്ത്രി അറസ്റ്റ് ചെയ്തോ, മന്ത്രി അറസ്റ്റ് ചെയ്തോ എന്നുള്ളതൊക്കെ വേണം, അതെല്ലാം വേണം. ഇതാവശ്യപ്പെടേണ്ടത് വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ശശികല ടീച്ചറും RV ബാബുവും അതുപോലെ കുമ്മനം രാജശേഖരനും. അദ്ദേഹത്തിന് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ടൊക്കെ ധാരാളം പ്രവർത്തിക്കുന്ന ആളാണ്. ഹിന്ദു ഐക്യവേദിയുടെയൊക്കെ പഴയ ചെയർമാനോ പ്രസിഡന്റോ ഒക്കെയാണ്. അപ്പോൾ സന്യാസിമാർ, കുളത്തൂർ സ്വാമി, അദ്വൈതാശ്രമത്തിലെ സ്വാമി, കോഴിക്കോട്, എല്ലാവരും, ഇപ്പോൾ വേണമെങ്കിൽ സന്യാസി സംഘമുണ്ട്, തന്ത്ര സമാജം, എല്ലാവരും കൂടി ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ഈ കൊള്ള അവസാനിപ്പിക്കാനുള്ള പരിപാടികൾ. അത് തന്ത്രി ചെയ്താലും, പോറ്റി ചെയ്താലും, ആര് ചെയ്താലും, പിയൂൺ ചെയ്താലും, രാജാവ് ചെയ്താലും, പ്രസിഡന്റ് ചെയ്താലും, മന്ത്രി ചെയ്താലും ഈ കൊള്ള അവസാനിപ്പിക്കാനുള്ള സമഗ്രമായ പദ്ധതി വരുമോ എന്നുള്ളതാണ് ഹിന്ദു സമൂഹം കാൽക്കുന്നത്. അങ്ങനെ വന്നില്ലെങ്കിൽ അവർ കരയും എന്നുള്ളതല്ലാതെ അവർ ആരോടും ഒരു പരാതിയും യഥാർത്ഥ സനാതന ഹിന്ദു പറയാൻ പോകുന്നില്ല. എല്ലാം അയ്യപ്പൻ നോക്കിക്കോട്ടെ എന്ന് വിചാരിക്കും.